ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എങ്ങാനും അറിയായിരിക്കും, എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ രീതിയിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻബോക്സിലും വരലുണ്ട്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ടോപ്പിക് എന്താ വെച്ചാൽ സ്പോട്ട് റിഡക്ഷൻ ഓഫ് ഫാറ്റ് ആണ്. ഇതുപോലെ ഒരു 100 ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലായി യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് കൈയിട്ടടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കണം, അതേപോലെ കുറച്ച് കുറച്ച് ആപ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കണം, അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊരിക്കലും ഫാറ്റിനെ സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് നമുക്ക് ഒരു ഏരിയനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറച്ച് സെറ്റ് ഓഫ് വർക്കൗട്ട്സ് കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആപ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഏരിയയെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്കിപ്പോൾ മസിലിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ബൈസെപ്സിനെ ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ എനിക്ക് എൻ്റെ ബൈസെപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഷോൾഡറിനെ ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ എനിക്ക് ഷോൾഡർ മസിൽസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്താൽ ചെസ്റ്റ് മസിൽസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ആപ്സ് വർക്കൗട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ആപ്സ് മസിൽസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോൺ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ ഏരിയാസിലുള്ള ഫാറ്റിനെ എനിക്ക് ഈ പറഞ്ഞ വർക്കൗട്ട്സ് ചെയ്തിട്ട് ബേൺ ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പം ഈ പറഞ്ഞ ഈ ആപ്സ് വർക്കൗട്ടൊക്കെ ചെയ്തപ്പോൾ ചെറിയ റിസൾട്ട് കിട്ടിയാൽ തോന്നിയിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ഫാറ്റ് സ്റ്റോർ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എന്റെ കേസിലാണ് എനിക്ക് ബെല്ലിയിലാണ് കൂടുതൽ ഫാറ്റ്, എനിക്ക് ബെല്ലി ഫാറ്റാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കും അതേപോലെ ബെല്ലി ഫാറ്റ് ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ആപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചേഞ്ച് തോന്നും. കാരണം നിങ്ങൾക്ക് അവിടെയാണല്ലോ കൂടുതൽ സ്റ്റോർഡ് ഫാറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫാറ്റ് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഫാറ്റ് കുറഞ്ഞ പോലെ തോന്നും. അതാണ് സംഭവം. ഈ പറഞ്ഞ സെയിം സാധനം തന്നെ നിങ്ങൾ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ഈ ആപ്സ് ഉള്ള കോപ്രായങ്ങളൊന്നും ചെയ്യാതെ ചുമ്മാ പോയിട്ട് നമ്മൾ ബൈസിനും ചെസ്റ്റിനും ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബെല്ലി ഫാറ്റ് കുറയുന്ന നിങ്ങൾക്ക് കാണാം. അപ്പം ഇതാണ് ഇതിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങളിപ്പോൾ ഇരുന്ന് ഒരുപാട് എന്താ പറയുക ആപ്സ് വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ ബെല്ലി ഫാറ്റ് കുറയാൻ ഒന്നുമില്ല. നമുക്കൊരു സ്പോട്ടിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ചെസ്റ്റിന്റെ നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ വിചാരിച്ച് കുറച്ച് ദിവസം കൈയിട്ടടിച്ച് കളിച്ച് വിചാരിച്ചു നമ്മുടെ ചെസ്റ്റിലെ ഫാറ്റ് കുറയില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ സ്റ്റോർഡ് ഫാറ്റ് ബോഡി എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫാറ്റ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കലോറി ഡെഫിസിറ്റിലായിരിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ മെയിൻ്റെനൻസ് കലോറിനേക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണം, നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫാറ്റ് ബേൺ ചെയ്ത് കളയാൻ പറ്റും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു കാർഡിയോയും കൂടെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മുടെ ഫാറ്റ് ലോസ് മാത്രമായിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ലിമ്മറാവും, നമ്മുടെ ഒരു വൃത്തികേടൊക്കെ ഒന്ന് പോകും, നമ്മുടെ വയറൊക്കെ ചാടിയിട്ട് നമുക്ക് ഡ്രസ്സ് ഇട്ടാൽ ഫിറ്റ് ആവില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്യൂസ് ഒക്കെ സോൾവ് ആവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് ഫാറ്റ് ലോസ് മാത്രം ചെയ്തിട്ട് നമുക്ക് ലൈഫിൽ എന്താ ഒരു ഉപയോഗമുള്ളൂ. നമ്മൾ ജസ്റ്റ് ഫാറ്റ് മാത്രം ബേൺ ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം, നമ്മുടെ ലൈഫിലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ബക്കറ്റിൽ വെള്ളം കോരി എടുത്തുകൊണ്ടേ വെക്കാനോ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ഒരു അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, അത്യാവശ്യം ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഒരു 8 മണിക്കൂർ എങ്ങാണ് ഉറങ്ങുക. ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സും ചെറിയ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ചെയ്യാനും പറ്റും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനും പറ്റും. ഈ മസിൽസ് ബിൽഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മളിപ്പം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മുടെ ജോയിന്റിന്റെ മുകളിലേക്കുള്ള ലോഡ് കുറയും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മസിൽസ് കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ലോഡ് നമ്മുടെ മസിൽസിനേക്കാളും ലോഡ് നമ്മുടെ ജോയിൻസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ലോണം വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റിലേക്കുള്ള ലോഡ് കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തറായിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ലൈഫിലൊരു ഗുണം ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഫാറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചുകൂടെ ലീനർ ആവുകയും ചെയ്യും. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാറ്റ് ലോസും മസിൽ ബിൽഡിങ്ങിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട്. അപ്പം ഈ നമ്മൾ വിചാരിക്കുന്ന ഈ മസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്താലും ഫാറ്റ് വോളിയം ഭയങ്കര രീതിയിൽ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല ലീനറായിട്ടും നമുക്ക് നല്ല വൃത്തിയിലും ഇരിക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരു കലോറി ഡെഫിസിറ്റിലുള്ള ഒരു ഡയറ്റ് എടുക്കുക, സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുക, കാർഡിയോ ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിക്കവറി നോക്കുക. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിറ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇനിയും നിങ്ങളോട് ഇമാതിരി ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഇവിടുത്തെ ഫാറ്റ് കുറയ്ക്കാം എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ദയവ് ആ വീഡിയോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അതേപോലെ ആ വീഡിയോ അവോയ്ഡ് ചെയ്ത് കളയാം. കാരണം അതൊരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണ്, അതൊരു മിത്താണ്. അങ്ങനെ നമുക്ക് ഒരു ഏരിയന് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഫാറ്റ്.
അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ ഇനി എങ്ങാനും എന്ത് ചെയ്യുക ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കണ്ട് വിശ്വസിച്ച് ഈ കോപ്രായങ്ങൾ ചെയ്യാതിരിക്കും.